പലപ്പോഴായി ഗസയിൽ നടത്തിവരുന്ന വംശഹത്യയെക്കുറിച്ചും യുദ്ധക്കുറ്റങ്ങളെക്കുറിച്ചുമെല്ലാം നാളുകളായി നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. പലപ്പോഴായി പല രീതിയിലായി മധ്യസ്ഥ ശ്രമങ്ങളൊക്കെ നടന്നുവെങ്കിലും ഒന്നിനും വഴങ്ങാൻ നെതന്യാഹു കൂട്ടാക്കിയിട്ടില്ല. ഇപ്പോഴിതാ ഗൾഫ് രാജ്യങ്ങൾക്ക് മേലും ആ ഭീഷണി, ആക്രമണമുണ്ടായിരിക്കുകയാണ് ഇസ്രായേലിന്റെ ഭാഗത്തുനിന്ന്. ഖത്തറിന്റെ പരമാധികാരം, UN ഉടമ്പടി, രാജ്യാന്തര നിയമങ്ങളെല്ലാം ലംഘിച്ചുകൊണ്ടാണ് ഇന്നലെ ഖത്തറിൽ ഇസ്രായേൽ ആക്രമണം നടത്തിയത്. ലോകവ്യാപകമായ ശക്തമായ പ്രതിഷേധമാണ് ഇസ്രായേലിനെതിരെ ഇപ്പോൾ ഉയർന്നു വരുന്നത്. ഗസയിൽ ഇസ്രായേൽ നടത്തിവരുന്ന കൂട്ടക്കൊലയും ആക്രമണവും നാൾക്കുനാൾ വർദ്ധിച്ചു വരികയാണ്. ഗസയിലെ സമാധാന ശ്രമങ്ങൾക്കായി ചുക്കാൻ പിടിക്കുന്ന മധ്യസ്ഥ ശ്രമങ്ങൾക്ക് മുൻകൈയെടുക്കുന്ന ഖത്തറിലാണ് ഇസ്രായേൽ ആക്രമണം എന്നതിനാൽ തന്നെ ഇനിയുള്ള വെടിനിർത്തൽ ചർച്ചകളുടെ സ്ഥിതി എന്താകുമെന്ന ആശങ്കയും നിലനിൽക്കുന്നുണ്ട്. തിരിച്ചടിക്കാൻ ഖത്തറിന് അവകാശമുണ്ടെന്നും ഖത്തർ എന്ത് തീരുമാനമെടുത്താലും ഒപ്പമുണ്ടാകുമെന്നുമാണ് ഗൾഫ് രാജ്യങ്ങൾ അറിയിച്ചു കഴിഞ്ഞിട്ടുള്ളത്. എന്നാൽ സ്ഥിതി വഷളാക്കാൻ ഖത്തർ താൽപര്യപ്പെട്ടേക്കില്ല എന്നാണ് വിദഗ്ധരുടെ വിലയിരുത്തൽ. എന്താണ് ഇന്നലെയുണ്ടായ ആക്രമണം? അതിന് പിന്നിൽ എന്തായിരുന്നു ഇസ്രായേലിന്റെ ലക്ഷ്യം? ഇതിനോടകം എത്രത്തോളം ശക്തമായ പ്രതിഷേധമാണ് ലോകവ്യാപകമായി ഇപ്പോൾ ഇസ്രായേലിനെതിരെ ഉയർന്നു വരുന്നത് എന്നാണ് നമ്മൾ ആദ്യം പരിശോധിക്കാൻ പോകുന്നത്. ഇസ്രായേൽ ഇപ്പോൾ നടത്തിയിട്ടുള്ളത് ഗൾഫ് രാജ്യത്ത് തന്നെ ഇസ്രായേൽ നടത്തുന്ന ആദ്യത്തെ ആക്രമണമാണ്. നമുക്കറിയാം, ഫലസ്തീനുമായി നിരന്തരമൊക്കെ ഈ സംഘർഷം തുടരുമ്പോഴും അറബ് രാജ്യങ്ങളിലൊക്കെ തന്നെ ഇസ്രായേൽ ആക്രമണം നടത്തുമ്പോഴും ഒരു ഗൾഫ് രാജ്യത്തോട് ഏറ്റുമുട്ടാൻ ഇസ്രായേൽ ഇതുവരെ തുനിഞ്ഞിരുന്നില്ല. ഇത് ആദ്യമായാണ് ഒരു ഗൾഫ് രാജ്യത്തിന്റെ പരമാധികാരത്തിന് മേൽ ഇസ്രായേൽ കടന്നുകയറ്റം നടത്തുന്നത്. എതിർപ്പുകളൊക്കെ നിലനിൽക്കുമ്പോഴും സമാധാന ശ്രമങ്ങളുടെയൊക്കെ ഭാഗമായി ഇസ്രായേലുമായി നിരന്തരമായി അനുരഞ്ജന വഴിയായിരുന്നു ഖത്തർ ഉൾപ്പെടെയുള്ള ഗൾഫ് രാജ്യങ്ങളൊക്കെ ഇതുവരെ സ്വീകരിച്ചു വന്നിരുന്നത്. ഈ വർഷം ഇത് രണ്ടാമത്തെ തവണയാണ് ഖത്തറിൽ ആക്രമണം ഉണ്ടാകുന്നത്. നമുക്കറിയാം, ഇസ്രായേൽ ഇറാൻ യുദ്ധത്തിന്റെയൊക്കെ ഭാഗമായി കഴിഞ്ഞ ജൂൺ 23-ന് ഇറാൻ ഖത്തറിലെ അമേരിക്കൻ സൈനിക ക്യാമ്പ് അടക്കം ലക്ഷ്യമിട്ട് ഒരാക്രമണം നടത്തുകയൊക്കെ ചെയ്തിരുന്നു. എന്തായാലും ഇന്നലെയാണ് ഖത്തറിൽ ഇസ്രായേൽ സൈന്യത്തിന്റെ ഭാഗത്തുനിന്ന് ഒരു ആക്രമണം ഉണ്ടാകുന്നത്. ഖത്തറിലെ ദോഹയിലായിരുന്നു ആക്രമണം. ഇന്നലെ വൈകിട്ട് 4 മണിയോടെ ദോഹയിലെ ലക്തിഫ്യ പെട്രോൾ സ്റ്റേഷനടുത്തുള്ള വസതിയിലായിരുന്നു അപ്രതീക്ഷിതമായ ഒരു ആക്രമണം ഉണ്ടാകുന്നത്. ഖത്തർ സൈന്യത്തിന്റെ സുരക്ഷയുള്ള ഒരു കെട്ടിടമായിരുന്നു. ആ കെട്ടിടത്തിൽ ആക്രമണം ഉണ്ടാകുന്നു. ആക്രമണത്തിന് പിന്നാലെ തന്നെ സമീപത്തെ പെട്രോൾ സ്റ്റേഷനിൽ ഉൾപ്പെടെ വലിയ തീപിടുത്തമൊക്കെ ഉണ്ടായി. സ്ഫോടനത്തിന് പിന്നാലെ തന്നെ ജനങ്ങളോടൊക്കെ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറി താമസിക്കാനുള്ള നിർദ്ദേശമൊക്കെ ഭരണകൂടം നൽകി. പക്ഷേ ആക്രമണത്തിന് പിന്നാലെ എന്തായാലും സ്ഥിതിഗതികൾ നിലവിലിപ്പോൾ ശാന്തമായിട്ടുണ്ട്. ജനജീവിതമൊക്കെ സാധാരണ നിലയിലേക്ക് മാറി എന്നൊക്കെയാണ് ഇപ്പോൾ ഖത്തറിൽ നിന്ന് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. എന്തായിരുന്നു ഇസ്രായേൽ ലക്ഷ്യമിട്ടത് എന്ന് നോക്കാം. വെടിനിർത്തൽ ചർച്ചയ്ക്ക് എത്തിയവരെയായിരുന്നു ഇസ്രായേൽ ലക്ഷ്യമിട്ടത്. ഗസയിലെ വെടിനിർത്തലിനായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ചില നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചിരുന്നപ്പോൾ ആ നിർദ്ദേശങ്ങൾ തത്വത്തിൽ അംഗീകരിക്കുന്നുവെന്നും അതിൽ തുടർ ചർച്ചകൾക്ക് ഒരുക്കമാണ് എന്നുമൊക്കെ ഹമാസ് അറിയിച്ചിരുന്നു. അപ്പോൾ അതിന്റെ ഭാഗമായി വെടിനിർത്തൽ ചർച്ചയ്ക്കെത്തിയ ഹമാസ് നേതാക്കളെ ലക്ഷ്യമിട്ടുകൊണ്ടായിരുന്നു ഇസ്രായേൽ ഇന്നലെ വൈകിട്ട് ആക്രമണം നടത്തിയത്. അതിൽ ആരെയൊക്കെയായിരുന്നു ഇസ്രായേൽ ലക്ഷ്യമിട്ടത് എന്നുകൂടി നമുക്ക് അടുത്തതായി പരിശോധിക്കാം. ഹമാസിന്റെ ഉന്നത നേതാവായ ഖലി അൽ ഹയ്യയായിരുന്നു ഇസ്രായേലിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. ഹമാസിന്റെ ഉന്നത നേതാവാണ് അൽ ഹയ്യ. ഹമാസ് നേതാക്കളായിരുന്ന ഇസ്മായിൽ ഹനിയും അതുപോലെ തന്നെ യഹ്യ സിൻവാറും ഒക്കെ കൊല്ലപ്പെട്ടതിന് പിന്നാലെയായിരുന്നു ഖലീൽ അൽ ഹയ്യ ഹമാസിന്റെ അമരത്തേക്ക് എത്തുന്നത്. ഏറെക്കാലത്തെ സംഘടനാ പരിചയം അൽ ഹയ്യയ്ക്കുണ്ട്. 1987-ൽ ഹമാസ് രൂപീകരിച്ചത് മുതൽ തന്നെ അദ്ദേഹം ആ സംഘടനയിലുമുണ്ട്. ഹമാസിന്റെ 5-അംഗ സമിതിയിലെ പ്രധാനിയാണ്. 2007-ൽ ഇസ്രായേൽ നടത്തിയ ഒരു ആക്രമണത്തിൽ ഹയ്യയ്ക്ക് അദ്ദേഹത്തിന്റെ വീടും കുടുംബവും ഒക്കെ നഷ്ടമായിരുന്നു. അതുപോലെ തന്നെ 2014-ലെ സംഘർഷത്തിൽ ഹയ്യയുടെ മൂത്ത മകൻ ഒസാമയുടെ വീടിന് നേരെ ആക്രമണം ഉണ്ടാകുന്നു. അതിന് പിന്നാലെ തന്നെ ഒസാമയും കുടുംബവും ഒക്കെ അന്നത്തെ ആക്രമണത്തിൽ കൊല്ലപ്പെടുകയും ഒക്കെ ചെയ്തിരുന്നു. അതിന് പിന്നാലെയാണ് ഇന്നലെ ഖലീൽ അൽ ഹയ്യയെ ലക്ഷ്യമിട്ടുകൊണ്ട് ഇസ്രായേലിന്റെ ആക്രമണം ഉണ്ടാകുന്നത്. പക്ഷേ ആ ആക്രമണത്തിൽ മുതിർന്ന നേതാക്കൾ, അൽ ഹയ്യ ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കളൊക്കെ രക്ഷപ്പെട്ടു, ആക്രമണത്തെ അതിജീവിച്ചു. പക്ഷേ അൽ ഹയ്യയുടെ മകൻ ആ ആക്രമണത്തിൽ കൊല്ലപ്പെടുകയാണ് ചെയ്തത്. ഖലീൽ അൽ ഹയ്യ ആക്രമണത്തെ അതിജീവിച്ചു എന്നതിനെയാണ് ഇപ്പോൾ റിപ്പോർട്ടുകളൊക്കെ പുറത്തുവരുന്നത്. അദ്ദേഹത്തിന്റെ മകൻ ഹുമാം ഉൾപ്പെടെ 5 പേർ ആ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു, തങ്ങളുടെ സൈനികർ കൊല്ലപ്പെട്ടു എന്ന് ഹമാസും എന്തായാലും സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇന്നലെ ഉണ്ടായ ആക്രമണത്തിൽ ഹമാസിന്റെ പ്രവർത്തകർ, അതായത് സൈനികർ മാത്രമല്ല, പോരാളികൾ മാത്രമല്ല, ഒരു ഖത്തർ സൈനികനും ഇന്നലെയുണ്ടായ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്ന റിപ്പോർട്ടുകളാണ് ഇതിനോടകം തന്നെ പുറത്തു വന്നിട്ടുള്ളത്. ഇനി എന്തായിരുന്നു ഇസ്രായേൽ ലക്ഷ്യമിട്ടത്, അതിന് പിന്നിൽ എന്തിനായിരുന്നു ഇങ്ങനെ ഒരു ആക്രമണം നടത്തിയതെന്ന ചോദ്യമുണ്ട്. അതിന്
നെതന്യാഹു നൽകുന്ന മറുപടി. ജെറുസലേം വെടിവയ്പ്പിനുള്ള മറുപടിയാണ് ഖത്തറിൽ നടത്തിയിട്ടുള്ളത് എന്നാണ് ഇന്നലത്തെ ആക്രമണത്തിന് പിന്നാലെ നെതന്യാഹു പ്രതികരിച്ചിട്ടുള്ളത്. കിഴക്കൻ ജെറുസലേമിൽ കഴിഞ്ഞ ദിവസം ഒരു വലിയ വെടിവയ്പ്പുണ്ടായിരുന്നു. ആ വെടിവയ്പ്പിൽ 6 ഇസ്രായേലുകാരടക്കം കൊല്ലപ്പെട്ടിരുന്നപ്പോൾ അതിനുള്ള മറുപടിയാണ് ഖത്തറിലുണ്ടായത് എന്നാണ് ഇന്നലെ ഈ ആക്രമണത്തിന് പിന്നാലെ നെതന്യാഹു പ്രതികരിച്ചിട്ടുള്ളത്. എന്തായാലും ഇതിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധം, ലോകവ്യാപക പ്രതിഷേധം തന്നെ ഇതിനെതിരെ ഉയർന്നു വരികയാണ്. ഗൾഫ് രാജ്യങ്ങൾ ഒന്നടങ്കം ഈ ആക്രമണത്തെ അപലപിക്കുകയും വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഇസ്രായേലിന് എതിരെ ഉയർന്നു വരികയും ചെയ്യുന്നുണ്ട്. ഖത്തറാണ് ഇതിനെതിരെ ശക്തമായി തന്നെ പ്രതികരിച്ചിട്ടുള്ളത്. തങ്ങളുടെ രാജ്യത്തിന്റെ പരമാധികാരത്തിന് മേലുള്ള കടന്നുകയറ്റമാണ് ഇസ്രായേൽ നടത്തിയിട്ടുള്ളത്. അത് ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ല. അപ്പോൾ അതിനെതിരെ പ്രതികരണം നടത്താൻ അല്ലെങ്കിൽ പ്രത്യാക്രമണം നടത്താൻ മറുപടി നൽകാനുള്ള ഒരു അവകാശം തങ്ങൾക്കുണ്ട് എന്നാണ് ഖത്തർ പ്രധാനമന്ത്രി ഉൾപ്പെടെ ഈ ആക്രമണത്തിന് പിന്നാലെ പ്രതികരിച്ചിട്ടുള്ളത്. എന്തായാലും ഇതിന് US-ന്റെ ഒരു പ്രതികരണം കൂടി ശ്രദ്ധേയമാണ്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറയുന്നത്, ആദ്യം പ്രതികരിച്ചത് ഇത് മുൻകൂട്ടി അറിയിച്ചിട്ടുണ്ടായിരുന്നു, ഇസ്രായേൽ ഇങ്ങനെ ഒരു ആക്രമണം നടത്തുന്നു എന്ന വിവരം വൈറ്റ് ഹൌസിന് ലഭിക്കുന്നപ്പോൾ വൈറ്റ് ഹൌസ് അതിന് പിന്നാലെ തന്നെ ഖത്തറിനെ ഈ വിവരം അറിയിച്ചു എന്നായിരുന്നു ആദ്യത്തെ അവകാശവാദം. പക്ഷേ അവകാശവാദം പൂർണ്ണമായും ഖത്തർ തള്ളുന്നു. അവിടെ ആക്രമണം നടന്നതിന് ശേഷമാണ് തങ്ങൾക്ക് അറിയിപ്പ് ലഭിച്ചത് എന്നാണ് ഈ ഒരു അവകാശവാദത്തോടുള്ള ഖത്തറിന്റെ പ്രതികരണം. എന്തായാലും ഇപ്പോൾ വരുന്ന ട്രംപിന്റെ പ്രതികരണം, അത് ഇങ്ങനൊരു ആക്രമണം നടത്തുക, ഖത്തറിൽ ഇങ്ങനൊരു ഏകപക്ഷീയമായ ആക്രമണം നടത്താനുള്ള തീരുമാനം അത് നെതന്യാഹുവിന്റേത് മാത്രമായിരുന്നു, തങ്ങൾക്ക് അതിൽ യാതൊരു പങ്കുമില്ല എന്ന തരത്തിലാണ് ഇപ്പോൾ ഡൊണാൾഡ് ട്രംപിന്റെ പ്രതികരണം വരുന്നത്. പക്ഷേ അത് നമുക്ക് ഒട്ടും വിശ്വസനീയമല്ല എന്ന് തന്നെ പറയേണ്ടി വരും. ഏറെ നാളായുള്ള ഇസ്രായേൽ അമേരിക്ക സുഹൃത്ത് ബന്ധം, അത്രയധികം അടുത്ത ബന്ധമാണ് രാജ്യങ്ങൾക്കുമുള്ളത്. ഇതിനു മുൻപ് നടന്ന എല്ലാ ആക്രമണത്തിലും അമേരിക്കയുടെ പങ്കൊക്കെ നമ്മൾ എടുത്തു പറഞ്ഞതുമാണ്. എന്തായാലും ഇപ്പോൾ ഉറ്റുനോക്കുന്നത് ഇനി ഏത് രീതിയിലുള്ള തിരിച്ചടി ഖത്തറിന്റെ ഭാഗത്തു നിന്നുണ്ടാകും എന്ന് തന്നെയാണ്. ഉടൻ ഒരു തിരിച്ചടി, ഒരു പ്രത്യാക്രമണം എന്തായാലും ഖത്തർ നടത്താൻ ഇടയില്ല എന്ന് തന്നെയാണ് സാധ്യതകൾ വിദഗ്ധരൊക്കെ എന്തായാലും വിലയിരുത്തുകയും ചെയ്യുന്നത്. പക്ഷേ നോക്കൂ, ആദ്യമായാണ് ഗൾഫ് രാജ്യങ്ങളിൽ ഒരു രാജ്യത്തിന് നേരെ ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് ആക്രമണം ഉണ്ടാകുന്നത്. ഇനി എന്താകും ഗൾഫ് രാജ്യങ്ങളുടെ പ്രതികരണം? ഇവരെല്ലാവരും ഒത്തുചേർന്നുകൊണ്ടുള്ള ഒരു മറുപടി ഉണ്ടാകുമോ, അതോ ഇസ്രായേൽ ഈ ഗൾഫ് രാജ്യങ്ങളുമായി തന്നെ ഒരു നേരിട്ടുള്ള ഏറ്റുമുട്ടലിനാണോ തയ്യാറെടുക്കുന്നത് എന്ന നിരവധി ചോദ്യങ്ങളുണ്ട്. ഉത്തരങ്ങൾ നൽകാനായി MC നാസർ ചേരുകയാണ്. നാസർ, എന്താണ് ഇപ്പോൾ മേഖലയിലെ ഒരു സ്ഥിതിഗതികൾ? ഖത്തറിൽ ഇപ്പോൾ പല രീതിയിലുള്ള നയതന്ത്ര നീക്കങ്ങൾ, ചർച്ചകളൊക്കെ സജീവമാണല്ലോ, എന്താണ് അതിന്റെ പുരോഗതി? ദിവ്യ, തിരക്കിട്ട ചർച്ചകൾ പല തലങ്ങളിലായിട്ട് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഇന്നലെ നടന്ന ഈ ആക്രമണത്തിന്റെ നടുക്കം എല്ലാ ഗൾഫ് രാജ്യങ്ങളും ഏറെക്കുറെ ഒരേ വികാരത്തിലാണ് പങ്കുവെക്കുന്നത്. മാത്രമല്ല ഖത്തറുമായിട്ട് ഖത്തർ കൈക്കൊള്ളാൻ പോകുന്ന ഏതൊരു തീരുമാനത്തിനും തങ്ങളുടെ പൂർണ്ണ പിന്തുണ ഉണ്ടാകുമെന്ന് UAE ഉൾപ്പെടെയുള്ള എല്ലാ രാജ്യങ്ങളും നേരിട്ട് തന്നെ അവിടെ എത്തിയിട്ടാണ് UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹിയാൻ, അതോടൊപ്പം തന്നെ UAEയുടെ പ്രതിരോധ മന്ത്രിയും ദുബൈ കിരീടാവകാശിയുമായിട്ടുള്ള ഷെയ്ഖ് ഹംദാൻ ഉൾപ്പെടെയുള്ളവർ ഉറപ്പ് നൽകിയിരിക്കുന്നത്. ഇതേപോലെ തന്നെയാണ് ഇപ്പോൾ സൗദിയുടെ കിരീടാവകാശിയായിട്ടുള്ള മുഹമ്മദ് ബിൻ സൽമാൻ നടത്തിയിരിക്കുന്ന പ്രതികരണം വളരെ ശ്രദ്ധേയമാണ്. കൂടുതൽ ശക്തമായിട്ടുള്ള ഒരു അന്തർദേശീയ തലത്തിലുള്ള ഒരു ഏകോപിത നിലപാട് ഇസ്രായേലിനെതിരെ വരേണ്ടതുണ്ട്. ഇത്തരം കടന്നുകയറ്റങ്ങൾ ഇനി ഒരു നിലക്കും പൊറുപ്പിക്കാനാവില്ല എന്നാണ് മുഹമ്മദ് ബിൻ സൽമാൻ്റെതായിട്ടുള്ള ഒരു പ്രതികരണം പുറത്തു വന്നിരിക്കുന്നത്. ജോർദാനും ഈജിപ്തുമൊക്കെ ഏറ്റവും ശക്തമായിട്ടുള്ള ഒരു പിന്തുണയാണ് ഖത്തറിന് ഇക്കാര്യത്തിൽ അറിയിച്ചുകൊണ്ടിരിക്കുന്നത്. ഖത്തർ ആകട്ടെ അവർ ഇപ്പോൾ ഒരു പുതിയ വിദഗ്ധ സമിതിക്ക് രൂപം നൽകിയിരിക്കുകയാണ്. ആ സമിതി നൽകുന്ന ഒരു നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഖത്തർ ഭരണകൂടം തങ്ങൾ ഏതൊരു നിലപാട് ഇക്കാര്യത്തിൽ സ്വീകരിക്കുന്നു എന്നത് സംബന്ധിച്ചുള്ള തീർപ്പിലേക്ക് എത്തിച്ചേരുക. എന്തായാലും വലിയ തോതിലുള്ള ഒരു പിന്തുണയാണ് ലോകരാജ്യങ്ങൾക്കിടയിൽ. അത് യൂറോപ്യൻ രാജ്യങ്ങളെന്നോ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളെന്നോ ആഫ്രിക്കൻ രാജ്യങ്ങളെന്നോ അറബ് മുസ്ലിം രാജ്യങ്ങളെന്നോ വേർതിരിവില്ല. കാരണം ഇതൊരു പരമാധികാര രാജ്യത്തിന് നേരെ നടന്ന ഒരു കടന്നാക്രമണം, അതോടൊപ്പം തന്നെ ഒരു മധ്യസ്ഥ നീക്കങ്ങൾ നടത്തി മേഖലയിൽ ഒരു സമാധാനം രൂപപ്പെടുത്താൻ ആത്മാർത്ഥമായിട്ടുള്ള നീക്കം നടത്തുന്ന ഒരു രാജ്യത്തിന്റെ ശ്രമങ്ങളെ നിന്ദിക്കുന്നതിന് തുല്യമായിട്ടുള്ള നഗ്നമായിട്ടുള്ള ഒരു അധിനിവേശമാണ് നടന്നിരിക്കുന്നത്. ഇത് പൊറുപ്പിക്കാനാവില്ല എന്ന ഒരുമിച്ചുള്ള ഒരു പ്രതികരണമാണ് പുറത്തു വന്നിരിക്കുന്നത്. അതോടൊപ്പം തന്നെയാണ് റഷ്യയും ചൈനയും വളരെ ശക്തമായി തന്നെ ഈ ആക്രമണത്തെ അപലപിക്കുക മാത്രമല്ല അസന്തുലിതത്വം കലർന്ന ഒരു സമീപനവുമായിട്ട് പുറത്തുള്ളവർ ഈ പ്രശ്നങ്ങളിൽ ഇടപെടുന്നത് വലിയ തോതിലുള്ള അപകടകരമായിട്ടുള്ള അവസ്ഥ മേഖലയിലും ലോക സമാധാനത്തിനും ഉണ്ടാക്കുമെന്ന മുന്നറിയിപ്പാണ് ചൈന നൽകിയിരിക്കുന്നത്. കൃത്യമായിട്ട് അമേരിക്കയെ ലക്ഷ്യമിട്ടുകൊണ്ടാണ് സ്ഥിതിഗതികളിൽ ഖത്തറിന്റെ മേൽ ഇസ്രായേൽ നടത്തിയിട്ടുള്ള ആക്രമണങ്ങളിൽ ആശങ്ക അറിയിക്കുന്നുണ്ട്. ഖത്തർ അമീറുമായി മോദി ഫോണിൽ സംസാരിച്ചു എന്നാണോ റിപ്പോർട്ടുകൾ? ദിവ്യ,
കേൾക്കാമോ? കേൾക്കാം. യെസ്, ഇന്ത്യ ആശങ്ക അറിയിച്ചു എന്നാണ് അറിയാൻ കഴിയുന്നത്. ഖത്തർ അമീറുമായി മോദി സംസാരിച്ചു എന്നാണോ റിപ്പോർട്ടുകൾ? MCA ഖത്തർ അമീറുമായിട്ട് ടെലിഫോണിൽ സംസാരിച്ചതായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. ഔദ്യോഗികമായിട്ടുള്ള ഒരു ഖത്തറിന്റെ പ്രതികരണം ഇന്ന് വൈകിട്ടും വന്നിരിക്കുന്നത് അതിശക്തമായിട്ടുള്ള ഒരു തീരുമാനമെടുക്കാൻ അല്ലെങ്കിൽ ഒരു പ്രതികരണം നടത്താൻ ഒരു രാജ്യത്തിന് അവകാശമുണ്ട്, അത് തങ്ങൾ വിനിയോഗിക്കുമെന്നൊരു വ്യക്തമായിട്ടുള്ള ഒരു പരാമർശമാണ് ഖത്തറിന്റെ ഭാഗത്തു നിന്ന് വന്നിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ലോകരാജ്യങ്ങളൊക്കെയും വലിയ പിന്തുണ അർപ്പിച്ചിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഗൾഫ് രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ സെക്യൂരിറ്റിയുടെ ചുമതല പൂർണ്ണമായിട്ടും പിന്നിട്ട കുറേ പതിറ്റാണ്ടുകളായി തന്നെ അമേരിക്കൻ കേന്ദ്രീകൃതമായ ഒരു അവസ്ഥയിലാണുള്ളത്. അതുകൊണ്ട് ധൃതി പിടിച്ചുള്ള ഒരു തീരുമാനമെടുക്കാൻ ഗൾഫിന് പരിമിതികളുണ്ട്. പക്ഷേ അതേസമയം അമേരിക്കക്ക് കൂടി ഒരു കൃത്യമായിട്ടുള്ള ഒരു മുന്നറിയിപ്പ് നൽകാൻ ഏത് നിലപാട് സ്വീകരിക്കണം എന്ന കാര്യത്തിലാണ് ഇപ്പോൾ കൂടിയാലോചനകളും ചർച്ചകളും പുരോഗമിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ ഗസയും അതുമായി ബന്ധപ്പെട്ട മധ്യസ്ഥ നീക്കങ്ങളിൽ നിന്ന് ഒരുപക്ഷെ ഖത്തർ പിന്തിരിഞ്ഞേക്കുമെന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട ഔദ്യോഗികമായിട്ടുള്ള ഒരു പ്രതികരണം ഇനിയും ഖത്തറിന്റെ ഭാഗത്തുനിന്ന് വന്നിട്ടില്ല. ചില കടുത്ത തീരുമാനങ്ങൾ കൈക്കൊള്ളേണ്ടി വരും എന്നൊരു മുന്നറിയിപ്പാണ് ഖത്തർ പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവർ നൽകിയിരിക്കുന്നത്. അത് ഏതായിരിക്കും എന്നത് സ്വാഭാവികമായും അതിന്റെ സമാധാന നീക്കങ്ങൾക്ക് വിലങ്ങുതടിയാവുന്ന ഒരു ശ്രമം ഉണ്ടാകാനുള്ള സാധ്യത കുറവായിരിക്കും. അതേസമയം തന്നെ തിരിച്ചടിക്കുള്ള സാധ്യത വളരെ കുറവാണ്. അതിനിടയിലാണ് ഇന്ത്യ പൂർണ്ണ പിന്തുണ അറിയിച്ചിരിക്കുന്നത്. ഖത്തർ അമീറുമായി ഫോണിൽ സംസാരിച്ചിരിക്കുകയാണ് നരേന്ദ്രമോദി. അതോടൊപ്പം തന്നെ ഇന്നലെയുണ്ടായ ആക്രമണത്തെ അപലപിക്കുകയും ചെയ്തിട്ടുണ്ട്.